അപ്പോ നമ്മളൊരു 20 വർഷത്തോളമായിട്ട് ചട്ടി വിൽക്കുന്ന വേറൊരു നമുക്കൊരു അമ്മച്ചിയെ പരിചയപ്പെടാം. അമ്മച്ചി, എന്താണ് വിശേഷങ്ങൾ? പേരെന്താണ്? ബേബി എന്നാണ്. ആണ്, ആമ്പിള്ളേരെ പേരാണല്ലോ ബേബിന്ന്. ആരിട്ടത് പേര്? ബേബി. ആ, ഓക്കെ. എത്ര വർഷമായിട്ടുണ്ട് ചട്ടി വിൽപ്പന? 15 വർഷം കൂടി ഞാൻ ഇവിടെ വരികയാണ്. കഴിഞ്ഞ വർഷത്ത് കണ്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം വന്നില്ല. അയ്യായിരുന്നോ? ആ, ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ചട്ടികളുണ്ട്? ഇല്ല. എത്ര ചട്ടി? 1/4 കിലോ, 1/2 കിലോ അങ്ങനെയൊക്കെ. ജസ്റ്റ് ഒന്ന് വില പറഞ്ഞാൽ മതി, അങ്ങോട്ട് നടക്കണമെന്നില്ല. ഈ കലം 60 രൂപയ്ക്കുള്ളത്. ഓക്കെ. അത് എത്രേന്റെയാണ്? അരിയുടെ കണക്ക്? 1/4 കിലോയുടെ വന്നിട്ട് 60 രൂപ. ഓക്കെ. 3/4 കിലോ 100 രൂപ. 3/4 കിലോ വന്നിട്ട് 100 രൂപ. 1 കിലോ? 1 കിലോയ്ക്കുള്ളത് 150 രൂപ. 1 കിലോ വന്നിട്ട് 150 രൂപ. പിന്നെ 101 പൊങ്കാലയുടെ ചട്ടി ഉണ്ടോ? ഉണ്ട്. അതൊക്കെ എങ്ങനെ ഒരു റേറ്റ് ഒക്കെ? അത് 35 രൂപ ഒരെണ്ണം. 35 രൂപ, 40 രൂപ. 35 രൂപ, 40 രൂപ. അതായത് 101 പൊങ്കാലയുടെ ചട്ടി. ചെറിയൊരു സൈസ് വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. അത് പോട്ട്. എന്തായാലും സൈസ് അനുസരിച്ചിട്ട് 30-35 രൂപ ഒരു റേറ്റിനൊക്കെയാണ് നമ്മുടെ 101 കുട പൊങ്കാലയുടെ ചട്ടി വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ കുടിവെള്ളത്തിന്റെ ചട്ടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. 200 രൂപ. ഓക്കെ. അതായത് സൈസ് അനുസരിച്ചിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങൾ വരും. ഓക്കെ. വലിയ സൈസ് വന്നിട്ട് 200 രൂപ വരും. ചെറിയ സൈസ് വന്നിട്ട് 100 രൂപ വരും. അതുപോലെ തന്നെയാണ് ചട്ടിയൊക്കെ എല്ലായിടത്തും സംഭവങ്ങള് 70-50 ആ ഒരു റേറ്റ് അനുസരിച്ചിട്ടൊക്കെയാണ് വരുന്നത് ചട്ടി. ഇവിടെ വന്നിട്ട് കറിച്ചട്ടിയും കാര്യങ്ങളൊന്നുമില്ല. എത്ര മണിക്ക് വരും അമ്മച്ചി ഇവിടെ? രാവിലെ വരോ? ആണോ? ഇവിടെ തങ്ങയാണ്. വീടെടുത്ത് റൂം എടുത്താ? ഇവിടെ തന്നെയാണ് രാത്രിയൊക്കെ? കുളിയും നനയൊക്കെ എവിടെയാ? അമ്പലത്തിൽ പോയി കുളിക്കും. ഓക്കെ. അപ്പോ അമ്മച്ചിയുടെ ആ ഒരു ലൊക്കേഷൻ വന്നിട്ട് RK മാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അമ്മച്ചിക്ക് അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ റേറ്റിന്റെ കാര്യത്തിലൊക്കെ അമ്മച്ചി കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എന്നാലും റീസണബിൾ റേറ്റിലും കാര്യത്തിനൊക്കെ ആണെങ്കിൽ അമ്മച്ചി ഇവിടെ ചട്ടിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഓക്കെ.